ഒരിക്കലും ഈ കളിയും കുളിയും പറയുന്ന ഉസ്താദുമാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. എനിക്കത് കുറ്റം പറയാനും പറ്റില്ല. കാരണം അവര് പറയുന്നത് ഈ മതപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സംഗതികളാണ്. ചിലപ്പോൾ അവർക്ക് കുറച്ച് പ്രിയപ്പെട്ട വസ്തുതകളായിരിക്കും അത്. അതുകൊണ്ട് അവർക്ക് കളി, കുളി, കൊല, കൊള്ള, പിന്നെ കുറച്ച് അന്യമത വിരോധം ഇതൊക്കെ എടുത്തിട്ടിട്ടല്ലാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. അപ്പോ ഈ ഹമാസ് ജൂതന്മാരുടെ കുഞ്ഞുങ്ങളാണ് എന്ന രൂപത്തിൽ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 1400 പേരെ കൊന്ന് 257ഓളം ആളുകളെ പിടിച്ചു ബന്ദികളാക്കുകയും ചെയ്തിട്ട് ജൂത കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടി അത് വീഡിയോ പിടിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്ന ശ്രേഷ്ഠന്മാരെ നിങ്ങൾ എന്തെന്ന് വിളിക്കും? അവരെ ഭയപ്പെടുത്തുക, ബന്ധികളെ തടവിലാക്കിയിട്ട് ഈ ബന്ധികളെ മോചിപ്പിക്കണമെന്നും നിരുപാധികം അവരെ വിട്ടയക്കണമെന്നുമാണ് ഇസ്രായേൽ അവരോട് ആവശ്യപ്പെട്ടത്. എല്ലാ പരിഷ്കൃത രാഷ്ട്രങ്ങളും ഈ വിഷയത്തിൽ ഇസ്രായേലിനോടൊപ്പം നിന്നത് എന്തുകൊണ്ടാണ്? അവരുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിപ്പോയിട്ടാണ് ഇത് ചെയ്തത്. പ്രവാചകൻ കാണിച്ചു കൊടുത്തതാണ്. പ്രവാചകന്റെ കൊള്ളയടിയെ സംബന്ധിച്ച് എവിടെ എടുത്തു നോക്കിയാലും ശരി മതപുസ്തകം പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇസ്രായേൽ എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോ സമാധാനത്തിനു വേണ്ടിയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്, നിലനിൽപ്പിന് വേണ്ടിയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചാൽ അവിടെ തീരും കാര്യങ്ങൾ. ഇസ്രായേൽ ക്രൂരതയുടെ ശക്തികൾക്കെതിരെയാണ് എല്ലാ കാലവും നിലകൊണ്ടത്. എല്ലായിടത്തുമുള്ള പരിഷ്കൃത രാഷ്ട്രങ്ങൾ ഈ പോരാട്ടത്തെ പിന്തുണച്ചതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇസ്രായേൽ എന്തോ വലിയ മോശമാണ് ചെയ്യുന്നത്, ക്രൂരതയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി എന്ന് പറഞ്ഞ് ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ജീവന് വേണ്ടി ഒരു വിഭാഗം ആളുകൾ അങ്ങോട്ട് രംഗത്ത് വന്നു. അതുകൊണ്ടാണ് അവരൊരിക്കലും ബംഗ്ലാദേശിനെയോ നൈജീരിയയെയോ അതല്ലെങ്കിൽ സിറിയ, അഫ്ഗാനിസ്ഥാൻ അവിടെയൊക്കെ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്നും കണ്ടില്ല. അവിടെ അനുഭവിക്കുന്ന സ്ത്രീകളുടെ വേദനകൾ ഒന്നും കണ്ടില്ല. ഇവര് ഇന്ന് തുടങ്ങിയതല്ല. മുമ്പ് ഞാൻ ഒരു ചരിത്രം വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഒന്ന് അറിയുകയും കേൾക്കുകയും ചെയ്യുന്നത് നല്ലതാ. നമ്മുടെ രാജ്യത്ത് ഇതുപോലെ സ്വന്തം ആശയങ്ങളും നിലപാടുകളും നിലനിൽക്കുന്നതിനു വേണ്ടി 4 വയസ്സാണെന്ന് തോന്നുന്നു, 4 വയസ്സുള്ള സ്വന്തം മകനെ മടിയിൽ കിടത്തി കഴുത്തെടുത്ത് കുടൽമാല വരെ വലിച്ച് പുറത്തിട്ടിട്ട് പോലും അനങ്ങാതെ തൻ്റെ ആശയം, തൻ്റെ രാഷ്ട്രം, അതിനുവേണ്ടി നിലകൊണ്ട ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്ത് തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാനൊരു ചരിത്രം കഴിഞ്ഞ ഇടയ്ക്കൊന്ന് വായിച്ചിരുന്നു. 1716 കേട്ടോ ആ ചരിത്രം. 1716 ജൂൺ 9 ദില്ലി എന്ന ടൈറ്റിലാണ് അത് തുടങ്ങുന്നത് തന്നെ. നിങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ഞാനിത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം, മറക്കാതെ. വലിയൊരു ആനപ്പുറത്ത് രാജാവിനെ പോലെ വസ്ത്രധാരണം ചെയ്യിച്ച് ബന്ദ എന്ന ഒരു വ്യക്തിയെ കളിയാക്കുന്നതിനു വേണ്ടി ഡൽഹിയുടെ തെരുവോരങ്ങളിലൂടെ ആനയിച്ചു കൊണ്ടുവന്ന ഒരു സുപ്രഭാതം. അദ്ദേഹത്തിന്റെ ഒപ്പം ഖാൽസ സൈനികരെ അകമ്പടി സേവിക്കാനും കുന്തം ചുമക്കാനും നിർബന്ധിച്ച് മുഗൾ സൈന്യം കൊണ്ടുവരുവാണ്. ബന്ദയെ നോക്കി അപ്പോൾ പരിഹസിച്ചു കൊണ്ടേയിരുന്നു. മുഗളന്മാര് വിചാരിച്ചിരുന്നെങ്കിൽ ഈ രാജ്യം ഇസ്ലാം മത രാജ്യമാകുമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന ആളുകൾ ബന്ദ സിംഗിനെ കുറിച്ചിട്ടൊന്ന് അറിയണം. മുഗളന്മാർ ബന്ദയോട് ചെയ്ത ക്രൂരതകൾ ഇസ്ലാമികമാണെന്നും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളാണെന്നും നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അങ്ങനെ പുച്ഛിക്കുവാണ് അദ്ദേഹത്തെ നോക്കി. ഒടുവിൽ പിടിക്കപ്പെട്ട സിഖ് സൈനികരെയും മറ്റുമൊക്കെ മുന്നിൽ നിർത്തി മുഗൾ പടയാളികൾ അദ്ദേഹത്തോട് അവസാനമായി ചോദിച്ചു, മതം മാറിയാൽ നിങ്ങൾക്ക് ജീവിക്കാം, ഇല്ലെങ്കിൽ മരിക്കാം. അവസാനത്തെ അവസരമാണിത്, സമ്മതമാണോ എന്ന് ചോദിക്കുവാണ്. സിഖുകാർ ആരെയും മതം മാറ്റിയിട്ടില്ലല്ലോ.
മുഗളന്മാരാരെയും മതം മാറ്റിയിട്ടില്ലല്ലോ, അവർ ഇസ്ലാം മത രാജ്യമാക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്ന പാഴുകൾ ബന്ദാ സിംഗിന്റെ ചരിത്രം ഒന്ന് കേൾക്കണം, ഒന്നറിയണം. അവസാനമായിട്ട് അദ്ദേഹത്തോട് മതം മാറാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. ഒരു പക്ഷേ അദ്ദേഹം മതം മാറിയാൽ ലക്ഷക്കണക്കിന് അദ്ദേഹത്തിന്റെ അനുയായികൾ ആ ക്ഷണം ഒന്നുകിൽ മതം മാറണം, അതല്ലെങ്കിൽ മരിച്ചു വീഴണം. ഈ രണ്ടിലൊന്നേ അവിടെ സംഭവിക്കൂ. സമ്മതമല്ല എന്ന് ഒരേ സ്വരത്തിൽ അണിനിരന്ന സിഖ് വീരന്മാർ അലറി വിളിച്ചു. അധികം സമയം കളയാതെ തന്നെ ഒന്നടങ്കം എല്ലാ ഖൽസാ വീരന്മാരുടെയും തലകൾ ഛേദിക്കപ്പെടുവാണ്. അവസാന ഖൽസാ വീരൻ പോലും ഭയത്തിന്റെ ഒരു തരി ലാഞ്ചന പോലും പ്രകടിപ്പിച്ചില്ല എന്നതാണ് അധിനിവേശ പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒന്ന്. എന്തൊരു ധൈര്യമാണ് ഇവർക്ക് എന്ന് അവർ തന്നെ പരസ്പരം പറഞ്ഞു. ജീവനേക്കാൾ വലുതാണോ അവർക്ക് അവരുടെ സംസ്കൃതി, അവരുടെ സംസ്കാരം, അവരുടെ രാജ്യം? ഇതാണ് അവർ ചോദിച്ചത്. അങ്ങനെ ഈ കഴുകന്മാർ ബന്ദയിലേക്ക് തിരിയുവാണ്. നീയല്ലേ ഇവരുടെ നേതാവ്, നിനക്ക് ഞങ്ങൾ ഒരു പ്രത്യേകമായ സമ്മാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബന്ദയുടെ 4 വയസ്സുകാരനായ മകൻ അജയ് സിംഗ്, ഈ അജയ് സിംഗിനെ ബന്ദയുടെ മടിയിൽ കിടത്തി. സ്വന്തം പിതാവായ ബന്ദയോട് തുടിക്കുന്ന ആ കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് കത്തി കുത്തി ഇറക്കാൻ ഈ ഭീകരർ ആവശ്യപ്പെടുവാണ്. ബന്ദ ചെയ്തില്ല, ബന്ദ ചെയ്യില്ല, ബന്ദയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് സ്വർഗം വേണ്ടല്ലോ, വീരസ്വർഗം അദ്ദേഹത്തിന് വേണ്ട. യാതൊരു വികാരങ്ങളുടെയും വേലിയേറ്റമില്ലാതെ ബന്ദ മിണ്ടാതെ തന്നെ നിന്നു. ഏറെ നേരം കാത്തു നിൽക്കാൻ മുഗളന്മാരുടെ ക്ഷമ അവരെ അനുവദിച്ചില്ല. മുഗൾ സേനയിലെ ഏതോ ഒരു നികൃഷ്ടനായ പടയാളി, മക്കളില്ലാത്ത, സഹോദരങ്ങളില്ലാത്ത, തന്തയും തള്ളയും ഇല്ലാത്ത, കാരണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആ വൈകാരികത എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. ആ പടയാളിയുടെ കത്തി 4 വയസ്സുകാരനായ അജയ് സിംഗിന്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി. പിതാവിന്റെ മടിയിൽ കിടത്തിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. പിടഞ്ഞു നിവർന്ന അജയ് സിംഗ് തന്റെ സ്വന്തം പിതാവിന്റെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ വീരമൃത്യു വരിച്ചു. ആഹ്ലാദത്തോടുകൂടി ബന്ദയുടെ മുഖത്തേക്ക് നോക്കിയ മുഗളന്മാരുടെ സമാധാനമാണ് ഈ കാണുന്നത്. മുഗളന്മാരുടെ മൈൻഡ് സെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവർ മതസ്ഥരാണ്, ഇവര് കാഫിറുകളാണ്, നമ്മുടെ കരങ്ങൾ കൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ടവരാണിവർ. തന്നെയുമല്ല ഇവർക്ക് അധികാരവുമുണ്ട്, അധികാരി തീരുമാനിക്കുമല്ലോ എല്ലാം. അവരുടെ പ്രവാചകൻ എന്താണോ കാണിച്ചു കൊടുത്തത് അത് തന്നെയാണ് അവർ പിൻപറ്റിയത്. യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ നിൽക്കുന്ന വീരനായ ബന്ദ. അവരുടെ കലി അവസാനിക്കത്തില്ലല്ലോ, അതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുനീരും അതുപോലെ രക്തവും മാത്രം കാണാനാണ് പ്രവാചകൻ ഇഷ്ടം. പടച്ചോനും അത് തന്നെയാണ് ഇഷ്ടം. അജയ് സിംഗിന്റെ ശരീരം കീറി മുറിച്ചു. ഹൃദയവും കരളും അവർ പുറത്തെടുത്ത് ബന്ദയുടെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പോഴും ബന്ദയിൽ യാതൊരു ചലനവുമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കുഞ്ഞിന്റെ കരളും ഹൃദയവും ഒക്കെ എടുത്ത് ബന്ദയുടെ വായിലേക്ക് അവർ കുത്തിക്കയറ്റി. ലോക ചരിത്രത്തിൽ ഒരിടത്തും കാണാൻ സാധിക്കാത്ത ക്രൂരതകളാണ് മുഗളന്മാർ ബന്ദയോട് ചെയ്തത്. ഡൽഹിയിലാണ് സ്വന്തം മകന്റെ ശരീരം അച്ഛന് വച്ചുകൊടുത്ത ക്രൂരതയാണ് അവിടെ കണ്ടത്. നിങ്ങള് ദി കാശ്മീർ ഫയൽസ് കണ്ടിരുന്നോ? ഭർത്താവിനെ കൊന്ന് ഭർത്താവിന്റെ ചോര വാർന്നൊഴുകിയതിൽ അരി കൂടി ഉണ്ടായിരുന്നു. കാരണം അരിപ്പാട്ടയിലാണ് അദ്ദേഹം ഒളിച്ചത്. ഒറ്റുകൊടുത്തത് അയൽക്കാരനായിരുന്നു. എന്നിട്ട് ആ ചോരയിലേക്ക് ഒഴുകി വന്ന അരി എടുത്ത് ആ സ്ത്രീയുടെ വായിലേക്ക് വെച്ച് അടച്ചു കൊടുക്കുന്ന ഭീകരമായിട്ടുള്ള ചില രീതികളുണ്ട്. ദി കാശ്മീർ ഫയൽസിനകത്തിന്റെ ആ ഒരു ദൃശ്യം സഹിക്കാൻ പറ്റില്ല. ഇവർക്കതൊന്നും പ്രശ്നമില്ല, ഇവർ മനുഷ്യരല്ലല്ലോ, അതുകൊണ്ട് അവർക്കതൊന്നും കുഴപ്പമില്ല. അവരുടെ ഗ്രന്ഥം പറഞ്ഞതുപോലെ എന്താണോ ഇസ്ലാം പഠിപ്പിക്കുന്ന സമാധാനം അത് മാത്രമേ അവർക്ക് വശമുള്ളൂ. ഇസ്ലാം പഠിപ്പിക്കുന്ന നന്മ എന്താണ്? അന്യമതസ്ഥരുടെ കഴുത്തെടുക്കുക, ഇതാണ് പഠിപ്പിക്കുന്നത്. അപ്പോ അത് കഴിഞ്ഞിട്ട് അപ്പോഴും
യാതൊരു ഭയത്തിന്റെ ആശങ്കകളുമില്ലാതെ കോപത്തോടുകൂടി തന്നെ ബന്ധ മുഗളന്മാരെ നോക്കി. അവർ ബന്ധയുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. അനേകം കാതങ്ങൾ സഞ്ചരിച്ച് അധിനിവേശത്തിനെതിരെ തളരാതെ പൊരുതിയ ബന്ധയുടെ കാലുകളെ അവർ അരിഞ്ഞു വീഴ്ത്തി. ശേഷം സ്വന്തം രാജ്യത്തിന്റെ പുനഃസ്ഥാപനത്തിനു വേണ്ടി ഉയർന്ന ആ വീരന്റെ കൈകൾ ആ ശരീരത്തിൽ നിന്നും വെട്ടിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ടും പകതീരാതെ ബന്ധയുടെ ശരീരം 100 കഷ്ണങ്ങളാക്കി അവർ വെട്ടി നുറുക്കി. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രൗഢോജ്വലമായ നിലനിൽപ്പിനു വേണ്ടി ഒരു ഐതിഹാസികനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം ഈ രാജ്യത്തിന്റെ അധ്യായത്തിൽ, ഈ രാജ്യത്തിന്റെ ഏടുകളിൽ നിലനിന്നു. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി നിലയ്ക്കാത്ത രൂപത്തിൽ ആ ബന്ധ ഇപ്പോഴും നിലനിൽക്കുവാണ് ഈ രാജ്യത്തിനകത്ത്. മറ്റൊരു ജസ്സാ സിംഗ് അഹ്ലുവാലിയയിലേക്ക് അത് ചേർക്കപ്പെട്ടു എന്നതാണ് സത്യം. ചോളന്റെ ചെങ്കോല് വാഴുന്ന ഇന്നത്തെ ഡൽഹിയിൽ ബന്ദാ സിംഗ് എന്ന് പറയുന്ന വ്യക്തി നിലനിൽക്കുവാണ്. ബന്ദാ സിംഗ് ബൈരാഗി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. അയാളെ ക്രൂരമായി കൊന്നുകളഞ്ഞ ബഹദൂർ ഷാ ഓർമ്മിക്കപ്പെടുന്നില്ല. ചരിത്ര പുസ്തകങ്ങളിൽ അവരെ കുറിച്ചിട്ടൊക്കെ വീരന്മാരായി, ധീരന്മാരായി പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥ ചരിത്രത്തിൽ അവർ ക്രൂരന്മാരാണ്, മനുഷ്യരല്ല. ഡൽഹിയുടെ തെരുവുകളിൽ അപമാനിതനാക്കപ്പെട്ട, കൊല്ലപ്പെട്ട ബന്ദാ സിംഗ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഈ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പാരമ്യതയിൽ നിൽക്കുവാണ്. അത്തരം ആളുകളുടെ ത്യാഗത്തിന്റെ, ജീവിതം ത്യജിച്ചതിന്റെ, കുടുംബത്തിലുള്ള ആളുകളൊക്കെ ഒന്നൊന്നായി കൺമുമ്പിൽ കൊല്ലപ്പെട്ടതിന്റെ ഒരുപാട് ചരിത്രങ്ങൾ ഈ രാജ്യത്തിന് നമ്മളോട് പറയാനുണ്ട്. അവരൊക്കെ ധീരന്മാരായി പൊരുതി നിന്ന് ഈ രാജ്യത്തിന് നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം. അപ്പോൾ മുഗളന്മാരുണ്ടായിരുന്നെങ്കിൽ അവന്മാര് ഷേവ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ അവന്മാരെല്ലാം കൂടി ഒരുമിച്ച് മൂത്രമൊഴിച്ചാൽ ഉടനെ തന്നെ ഈ രാജ്യം അങ്ങ് ഒലിച്ചു പോകുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വിരാമമിടുകയാണ് ഇത്തരം ചരിത്രം. എന്തിനാണെന്നറിയാമോ ഇത്തരം ചരിത്രങ്ങൾ കുത്തി കൊണ്ടുവരുന്നത്? ഇതൊക്കെ നമ്മളൊന്നറിയണം. ഈ ചരിത്രങ്ങൾ നമുക്ക് ആര് പറഞ്ഞു തരും? എവിടെ നിന്നാണ് നമ്മൾ ബന്ദാ സിംഗിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് പഠിക്കുന്നത്? ആര് നമുക്ക് മനസ്സിലാക്കി തരും? ഞാനിത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ